ഒന്ന്, നിയമാനുസൃതമായി നടത്തിയ ഒരു ബിസിനസ്, അതിൻ്റെ ഭാഗമായി അതിൻ്റെ മറ്റ് പ്രതിഫലം ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങി നികുതി അടച്ചൊരു വിഷയം. ആ വിഷയത്തിൽ ഇതിൻ്റെ ഭാഗമായി വന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഇടപെടലിനെ അന്ന് തന്നെ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ വശം പാർട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ അന്വേഷണവുമായിട്ട് എല്ലാ നിലയിലുമാണ് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഉടമ സഹകരിച്ചത് നമുക്കറിയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ഞാൻ ചെറിയ പനി കാരണം കുറച്ച് 2 ദിവസമായിട്ട് വീട്ടിൽ മുതിർന്നവരാണല്ലോ, അവർക്ക് പനി വരേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ എല്ലാവരും താമസിച്ചത്. തിരുവനന്തപുരത്തും നിന്ന് കിട്ടിയ പനിയാണ്. അപ്പോൾ അത് കാരണം മുതിർന്ന മാതാപിതാക്കളൊക്കെ അതിൻ്റെ ഭാഗമായി പ്രയാസപ്പെടേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ സംഭവം ഉണ്ടായി. ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായൊക്കെ തന്നെ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞവർ പോയിരിക്കുകയാണ്. അതിൻ്റെ കടലാസ് നോക്കി വീട്ടിലുള്ളവരോടൊക്കെ സംസാരിച്ചു. ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല, പരിശോധനയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. സംഭവം നടന്ന സമയത്ത് തന്നെ രാവിലെ ഞാൻ ഇതറിഞ്ഞപ്പോൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നുണ്ട്. അവരോട് ഒരു കാര്യം വളരെ വിനയത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CPIM പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധിയാവും, MLA ആവും, മന്ത്രിയാവും, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലാവുമെന്നൊന്നും കരുതിയിട്ടല്ല പ്രവർത്തിച്ചത്. പക്ഷെ ഒന്ന് കരുതിയിരുന്നു, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ഉൾപ്പെടെ നൽകാൻ തയ്യാറാണ്. ആ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഏത് തരത്തിലുള്ള ഭീഷണി വന്നാലും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ജീവൻ പോയാലും തല പോയാലും നിന്ന് പോരാടും എന്ന് കരുതിയിട്ടാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ സംഗതികളൊക്കെ കാട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. സംഘപരിവാറും കേന്ദ്ര സർക്കാർ ഉയർത്തുന്ന തെറ്റായ നിലപാടിന് ഇനിയും തുറന്നു കാണിക്കും. അതിന് ED അല്ല, ഇനി അതിലും വലിയ D വന്നാലും ഒരു പ്രയാസമില്ലാതെ നേരിട്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി തുടരും. ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ജനറൽ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലല്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തിരക്കൂട്ടല്ലേ. ഞാനിതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. അത് സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ അത് കഴിഞ്ഞ് ഇവിടേക്ക് വരികയാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സീനാവും, അങ്ങോട്ട് കിടത്തി വിടില്ല, അല്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ ഞാൻ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെയുള്ള പ്രശ്നം ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുമായും പാർട്ടിയുമായും കൂടി ആലോചിച്ചപ്പോൾ അപ്പോൾ വരേണ്ടതില്ല, ഇത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാണ്. ഇത് കേൾക്കട്ടെ, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് അവരെ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഇനി ഇവിടെ ഉണ്ട്, ഇനിയും നമുക്ക് കാണാം. അല്ല, അതിലേക്കൊന്നും ഞാനിപ്പോൾ ആ വശത്തിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ഇനിയും നമുക്ക് കാണാം. പിന്നെ ഒന്നുകൂടി പറയാം, CPIM പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇതൊക്കെ നേരിടേണ്ടി വരുമെന്ന് കരുതിയിട്ട് തന്നെയാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ആ പ്രവർത്തനം ഇനി ശക്തമായിട്ട് തുടരും.